സ്പോട്ടുമായിട്ട് വന്നേക്കുവാണ്. നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. ഇത് വീരണകാവ് എന്ന് പറയുന്ന കുഞ്ഞു ഗ്രാമത്തിലെ ഒരു ആറാണ്. പക്ഷെ അവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടത് തന്നെയാണ്. ഇത് തിരുവനന്തപുരം ജില്ലയില് നിങ്ങൾ നെയ്യാർ ഡാം കേട്ടിട്ടുണ്ടായിരിക്കും. നെയ്യാർ ഡാമിൽ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് വീരണകാവ് എന്ന് പറയുന്നത്. അവിടെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്കും ചെറിയൊരു ആറും പിന്നെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മളിപ്പോ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. വീരണകാവ് ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരു പ്രശസ്തമായ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ആറ് എന്ന് പറയുന്നത്. നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് അവിടെ ഒരു നവജ്യോതി റെസിഡൻറ്റ് അസോസിയേഷൻ്റെ ചെറിയൊരു കെട്ടിടം കാണാം. ഒരു നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കെട്ടിടമാണ്. അവിടെ നിന്ന് നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പോൾ തൊട്ട് സൈഡിലായിട്ട് ഭൂതത്താൻ്റെ ഒരു വിളക്ക് കത്തിക്കുന്ന സ്പോട്ടുണ്ട്. അവിടെയും നമുക്ക് പറയാനാണെങ്കിൽ ഒത്തിരി ഐതിഹ്യങ്ങളുള്ളൊരു സ്പേസാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഹോംലാൻഡിൻ്റെ ഒരു ഹിഡൻ സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ വരാത്ത ദിവസങ്ങളില്ല. എല്ലാ ദിവസവും കുഞ്ഞുനാൾ മുതൽ എല്ലാ ദിവസവും ഞാനിവിടെ വരാറുണ്ട്. വീട്ടിൽ പശുക്കളുണ്ടായിരുന്ന സമയത്ത് പശുക്കളെയൊക്കെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനും അച്ഛനുമായിട്ട് ഇവിടെ വരും. അപ്പോൾ അതിൻ്റെ ഓർമ്മകൾ ഇവിടെ വരുമ്പോൾ വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അധികം ആരും അങ്ങനെ വിസിറ്റ് ചെയ്യാത്തൊരു സ്പേസ് തന്നെയാണ്. എന്നാൽ നമ്മൾ മുൻപത്തെ വീഡിയോകളിൽ പറയുന്നത് പോലെ തന്നെ അത്യാവശ്യം കെയർഫുള്ളായിട്ട് വരേണ്ട ഒരു സ്പേസ് തന്നെയാണ് ഈ വീരണകാവ് ആറ് എന്ന് പറയുന്നത്. കാരണം ഒത്തിരി മരണങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ ഒരു കുട്ടി ബ്ലോഗ്. നമ്മൾ ഒരുപാട് ദൂരെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കും എൻ്റെ നാട്ടിലെ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കുഞ്ഞു സ്ഥലം നിങ്ങളെക്കൊന്ന് പരിചയപ്പെടുത്തണമെന്ന്. നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കാണുന്നതാണ് എൻ്റെ അച്ഛൻ്റെ കട എന്ന് പറയുന്നത്. പുള്ളിക്കാരന് സാധാരണ മറ്റുള്ളവർ പൂച്ച, പ്രാവ് അങ്ങനെയുള്ള മൃഗങ്ങളെ അല്ലെങ്കിൽ പക്ഷികളെ വളർത്തുമ്പോൾ അച്ഛന് കാക്കയോടാണ് ഇഷ്ടം. എന്നും രാവിലെ ഇതുപോലെ ഒരുപാട് കാക്കകൾ കടയിൽ മുന്നിൽ വന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. പുള്ളി നാട് വിട്ട് എങ്ങോട്ടും പോകാറില്ല, ഇവിടെ തന്നെയാണ്. ഇവിടെയുള്ള ഏകദേശം എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ്. വളരെ സമാധാനവും സന്തോഷവും ഉള്ളൊരു ഗ്രാമം തന്നെയാണ് എൻ്റെത്. അപ്പോൾ താങ്ക് യു. ഇതുപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇനിയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. താങ്ക് യു സോ മച്ച്.